Hello dears, welcome back to Sala Learning. It's me Sri Bhama SB. എടാ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 9th CBSE ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് MCQ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. മാറി മാറി നമുക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് MCQ ക്വസ്റ്റ്യൻസ്. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ചാപ്റ്ററിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അടിപൊളിയായിട്ട് നോക്കാം. സോ നിങ്ങളും എൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാം. സോ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് അടിപൊളിയായിട്ട് പോവാം. ഓക്കെടാ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മാറ്റർ. ഇതിൽ ഏതെല്ലാമാണ് മാറ്ററിന് എക്സാമ്പിൾസ്, അല്ലെങ്കിൽ മാറ്റർ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? ചെയർ, ഐസ്, വാട്ടർ, ഇമോഷൻസ്, തോട്ട്, ബലൂണ്. ഇത്രയും സാധനങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഏതാണ് മക്കളെ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇതിനകത്ത് ചെയർ, അതേപോലെ തന്നെ ഐസ്, ഈവൻ വാട്ടർ, ബലൂൺ ഒക്കെ പറയുന്നത് എന്താണ്, മാറ്റർ ആണ്. എന്നാൽ ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്ന ഒരു മാറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. തോട്ട്, നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു അത് നമുക്ക് ലൈക്ക് ഈ പറയുന്ന പോലെ മാറ്റർ ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് മാറ്റർ, വാട്ട് ഈസ് മാറ്റർ എന്ന് അറിയണം അല്ലേ. അപ്പൊ നിങ്ങളുടെ ചുറ്റും നോക്കി കഴിയുമ്പോൾ ഒരുപാട് ഒബ്ജക്ട്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ മിസ്സിന്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ പെന്നുണ്ട്, ആൻഡ് ഈവൻ ടിഷ്യൂ ഉണ്ട് അവിടെ, ആൻഡ് ഇവിടെ മിസ് വേറൊരു പെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാറ്ററുകളാണ്. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, മാറ്റർ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മാറ്റർ? മാറ്റർ ഈസ് ദാറ്റ് എനിത്തിങ് ഓക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. കുറച്ച് സ്ഥലം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമുള്ളതും അതേപോലെ മാസ് ഉള്ളതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ മിസ്സിന്റെ ഈ പെണ്ണ്, ഈ പെണ്ണിന് ഇരിക്കാനൊരു സ്ഥലം വേണ്ടേ, കാരണം മിസ് പിടിച്ചിട്ടുള്ള കണ്ടോ കൈയിൻ്റെ ഈ സ്ഥലത്ത് ഇവിടെയാണ് പിടിച്ചിട്ടുള്ളത് അല്ലേ. ആൻഡ് ഇതിനൊരു മാസ് ഇല്ലേ? ഓഫ് കോഴ്സ് ഒരു മാസ് ഉണ്ട്. ഇനി മിസ്സിന്റെ ഫോൺ എടുത്തോ, ഈ ഫോൺ എന്ന് പറയുന്ന സാധനത്തിന് മാസ് ഇല്ലേ? ഉണ്ട്. അതേപോലെ ഇത് ഇരിക്കാനൊരു സ്പേസ് ഇല്ലേ? ഉണ്ട്. അപ്പൊ ഇതെന്താണ്, മാറ്റർ ആണ് അല്ലെ. അപ്പൊ ഇതാണ് മാറ്റർ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. പക്ഷെ നമ്മുടെ ഇമോഷൻസ് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്യൂറിങ് സമ്മർ വാട്ടർ കെപ്റ്റ് അണ്ടർ earthen pot become cool because of the phenomenon. ബിക്കോസ് ഓഫ് ദ ആണ് കേട്ടോ. ഓക്കെ, ഡിഫ്യൂഷൻ, ട്രാൻസ്പിറേഷൻ, ഓസ്മോസിസ്, ഇവാപ്പറേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? നിങ്ങൾക്ക് ആദ്യം തന്നെ കമന്റ് ചെയ്യാം കേട്ടോ. മിസ് പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കമന്റ് ചെയ്യാം. മിസ് ഓരോരുത്തരുടെ കമന്റ് നോക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം ഇറ്റ് ഈസ് ഇവാപ്പറേഷൻ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇവാപ്പറേഷൻ ആണെന്നറിയാം. എന്താണ് ഇവാപ്പറേഷൻ? വാട്ട് ഈസ് ഇവാപ്പറേഷൻ? നമ്മുടെ ചുറ്റും നോക്കുമ്പോഴുള്ള വാട്ടർ റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സണ്ണിന്റെ പ്രസൻസ് എന്ന് വെച്ചാൽ സൺലൈറ്റ് വരുന്ന സമയത്ത് അത് കാരണം അത് ഹീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ വേപ്പർ ആയിട്ട് പോകുന്നുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നീന്തിയുന്ന നമ്മുടെ വാട്ടർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. LG നമുക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ലിക്വിഡിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം ചൂടാക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ വെള്ളം ചൂടാക്കണം. അപ്പോൾ വാട്ടർ ഹീറ്റ് ആവുക എന്ന് പറയുമ്പോൾ ഇവാപ്പറേഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആള് ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റീം ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അതാണ് ഇവാപ്പറേഷൻ. സോ ആസ് വി നോ ദാറ്റ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ ഓൾവേസ് മൂവിങ് ഓൺ ദ നെവർ അറ്റ് റെസ്റ്റ്. എപ്പോഴും മാറ്റേഴ്സിന്റെ ഇപ്പോൾ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലിക്വിഡ് ഗ്യാഷ്യസിന്റെ ഒക്കെ നോക്കുമ്പോൾ മോളിക്യൂൾസ് ഇങ്ങനെ എന്താണ്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. At given temperature in any gas, liquid or solid, there are particles with a different amount of kinetic energy. Yes, ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോളിഡ് ആയിട്ടുള്ള ഒരാൾ, ഈ ആൾക്ക് എനർജി ഉണ്ടോ? അതേപോലെ ലിക്വിഡ് ആയിട്ടുള്ള ആൾക്കാണോ, സോളിഡ് ആയിട്ടുള്ള ആൾക്കാണോ? അതൊരു ക്വസ്റ്റ്യൻ അടുത്ത് വരുന്നുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. സോ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജി ആണ് ഉണ്ടാവുക. ഓരോന്നിനും കമ്പാരിറ്റീവ്ലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. നെക്സ്റ്റിലോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ്, സ്മോൾ ഫ്രാക്ഷൻസ് ഓഫ് പാർട്ടിക്കിൾ അറ്റ് ദ സർഫസ് ഹാവിംഗ് ഹയർ കൈനറ്റിക് എനർജി. കണ്ടോ, ലിക്വിഡിന്റെ കേസിൽ വരുന്ന സമയത്ത് അവിടെ പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നില്ലടാ. ഈ വാട്ടർ നോക്കി അതിന്റെ മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യാണ്, അല്ലാണ്ട് ഒരു ഭാഗത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും
അവർക്ക് എന്താണ് ഹയർ കൈനറ്റിക് എനർജി, അവർക്ക് സോളിഡിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ എനർജി കൂടുതലാണ്. ഇനി ഓൾസോ ആൻഡ് ഈസ് ഏബിൾ ടു ബ്രേക്ക് എവേ ഫ്രം ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ. ഇനിയിപ്പോൾ അത് വേപ്പർ ആയിട്ട് പോവാണ്, ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോവാണെങ്കിൽ അതിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല അല്ലേ. അത് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം നമ്മുടെ ചുറ്റും നോക്കിയ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് നമുക്കറിയാം, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, വിസിബിൾ അല്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ. സോ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവാപ്പറേഷൻ. ദ ഫിനോമിനോൺ ഓഫ് ചേഞ്ച് ഓഫ് ലിക്വിഡ് ഇൻ ടു വേപ്പേഴ്സ് അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ഇസ് കോൾഡ് ഇവാപ്പറേഷൻ. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലിക്വിഡിന് ഗ്യാസ് സ്റ്റേറ്റ് എന്ന് ആലോചിച്ചാൽ മാത്രം മതി. സെറ്റ് അല്ലടാ, റെഡി. അടുത്തത്, what is the physical state of matter in which particle having least kinetic energy? കണ്ടോ മിസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ഏതിനാണ് ഏറ്റവും എനർജി കുറവ് എന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ വരിക? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, അതേതാണ്, അത് സോളിഡ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ. യെസ്, ഏതാണ്? സോളിഡ് ആണെന്ന് പറയാൻ പറ്റും. വൈ സോളിഡ്? ഇപ്പം സോളിഡിൻ്റെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്, അതാ ഇങ്ങനെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഇപ്പം ഞാനൊരു സോളിഡ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കുക. ഒരു ലിക്വിഡ് ആണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഞാനൊരു ഗ്യാപ്പ് ഇടും ഇടയിൽ, കുറച്ചും കൂടെ അതിന് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം ഗ്യാസ് ആണെന്നുണ്ടെങ്കിലോ അതിന് പറയേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ സ്പേസാണ്. അപ്പം ഞാൻ പറയുകയാണ്, സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. നമ്മുടെ ബെഞ്ചിൽ, നിങ്ങൾ ഒരു ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിൽ എല്ലാ ഫ്രണ്ട്സും കൂടി ഇരിക്കുക. അതിലൊരു 10 പേരെ ഒരു ബെഞ്ചിൽ ഞാൻ എടുത്തിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ തിക്കി തിരക്കിയിട്ട് എങ്ങനെയായിരിക്കും ഇരിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എനർജി ഉണ്ടോ? ഇല്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് അയ്യോ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതേ സമയത്ത് നിങ്ങൾക്ക് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു 4-5 പേരെ ഞാൻ ഒഴിവാക്കി, ഒരു 5 പേർക്ക് ഒരു ഗ്യാപ്പ് തന്നു. 5 പേർക്കാണ് ഒരു ബെഞ്ചിൽ ഇരിക്കുന്നത്, കുറച്ചും കൂടെ വിശാലതയായി, കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. ഇനി അതിൽ നിന്ന് ഞാൻ 5 എല്ലാവരെയും ഒഴിവാക്കി ഒരു 2 പേരെ മാത്രമാക്കി എന്ന് വിചാരിച്ചോ, നിങ്ങൾ ഗ്യാസ് സ്റ്റേറ്റ് ആയി, നിങ്ങൾക്ക് ഇഷ്ടം പോലെ മൂവ് ചെയ്യാൻ പറ്റി, നല്ല എനർജി ആയി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, ഇരിക്കാം. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കൺജസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ എനർജി ഭയങ്കര കുറവായിരിക്കും, ഭയങ്കര ലെസ് ആയിരിക്കും. എന്നാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും, കുറച്ചും കൂടി എനർജി കൂടി. ഗ്യാസ് സ്റ്റേറ്റിലാണെങ്കിൽ കംപ്ലീറ്റ്ലി മൂവ് ചെയ്യുന്നതുകൊണ്ട് നല്ല കൈനറ്റിക് എനർജി ഉണ്ടെന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റിന്റെ ഡിഫറൻസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. മാസിന്റെ കേസ് പറയുകയാണെങ്കിൽ അത് ഡെഫിനിറ്റ് ആണ്, 3ഉം ഡെഫിനിറ്റ് ആണ് അല്ലേ, എല്ലാത്തിനും മാസ് ഉണ്ട്. ഷേപ്പ് പറയുകയാണെങ്കിൽ സോളിഡിനുണ്ട്, അപ്പോൾ അതേപോലെയുള്ള ഫോണ്, ഇതുപോലെയുള്ള പെന്നൊക്കെ സോളിഡ് ആണ്, ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. എങ്കിൽ ലിക്വിഡിനോ, ഇപ്പം മിസ് പറഞ്ഞ ഈ സാധനം ഇതെന്താണ്, ഇത് ഈ കണ്ടെയ്നർ, ഈ ഒരു കണ്ടെയ്നർ അല്ല ബോട്ടിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഷേപ്പ്. ഇതിപ്പോൾ ഞാനൊരു കപ്പിലെടുത്ത കപ്പിൻ്റെ ഷേപ്പാണ്, ഇത് ബക്കറ്റിലെടുത്ത ബക്കറ്റിൻ്റെ ഷേപ്പാണ്. സോ അറ്റൈൻ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ആണ് ലിക്വിഡിൻ്റെ കേസിൽ വരുന്നത്. ആൻഡ് ഗ്യാസിൻ്റെ കേസിൽ ഒരു ഷേപ്പും ഇല്ല അല്ലെ. എങ്ങനത്തെ ഷേപ്പിൽ വേണമെങ്കിലും എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഗ്യാസിനെ നിറയ്ക്കാൻ പറ്റും. സോ നോ ഡെഫിനിറ്റ് ഷേപ്പ്. വോളിയം ആണെങ്കിൽ ഡെഫിനിറ്റ് വോളിയം സോളിഡിനുണ്ട്, ലിക്വിഡിനുണ്ട്, ഗ്യാസിന് മാത്രം ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഇല്ല എന്ന് പറയുന്നു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക, എനർജി മനസ്സിലാക്കുക. എനർജി ഏറ്റവും കൂടുതലുള്ളത് ഗ്യാസിനാണ്, ഏറ്റവും കുറവുള്ളത് സോളിഡിനാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്യാസിനാണ്, ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ളത് സോളിഡിനാണ്. അട്രാക്ഷൻ നോക്കുകയാണെങ്കിലോ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് നമ്മുടെ സോളിഡുകളാണ്, അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല അട്രാക്ഷനാണ്. അത് മുകളിലോട്ടെന്ന് വെച്ചാൽ ഗ്യാസിലോട്ടൊക്കെ പോകുമ്പോൾ അട്രാക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. മൂവ്മെൻറ്റും ഈ പറഞ്ഞ പോലെ ഗ്യാസിലോട്ട് പോകുന്നതോറും കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ. അപ്പം അത്രയും കാര്യം അതിൽ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മതി. സെറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് വാട്ടർ അറ്റ് 250 ഡിഗ്രി സെൽഷ്യസ്? 250 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ വാട്ടർ ഏത് സ്റ്റേറ്റിലാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിൽ ഏത് സ്റ്റേറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറുക പറയുമ്പോൾ അത് തിളയ്ക്കുക, ലൈക്ക് എന്താ പറയുക, ബോയിൽ ആവുക, ആ ഒരു സമയത്തിനെയാണ് അല്ലേ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിലും കൂടുതലോട്ട് പോയി എന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലാണ്? നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ചാൽ അറിയില്ലേ, ഗ്യാസ് സ്റ്റേറ്റിലാണ്. 100 ഡിഗ്രി കൊടുത്താലാണ് അവന്മാർ എന്ത് ചെയ്യുക, ഹീറ്റായിട്ട് ലിക്വിഡിന് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോവുക. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഗ്യാസ് തന്നെ അല്ലേ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ 250 ഡിഗ്രി സെൽഷ്യസിൽ അത് ഗ്യാസ് സ്റ്റേറ്റിലായിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റുന്നു. സെറ്റാണെന്ന് വിചാരിക്കുന്നു, റെഡി ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ഇൻ ടു ഡിഗ്രി സെൽഷ്യസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 300 കെൽവിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണം. എങ്ങനെയാണ് മക്കളെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാം? നമുക്കറിയാം
കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273 പ്ലസ് ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ, പ്ലസ് ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചത് ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാനായതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ആണ് അറിയേണ്ടത്. K = 273 പ്ലസ് ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരൊറ്റ സാധനം കിട്ടിയ സെറ്റാ. എന്നിട്ട് നമുക്ക് ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഈ 273ന്റെ അങ്ങോട്ടേക്ക് നമ്മൾ കെയിനെ കൊണ്ടുപോവുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ K - 273 എന്ന് നമ്മൾ വന്നു. അപ്പൊ നോക്കുക, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കെ എന്ന് പറയുന്നത് കെൽവിൻ എന്താ 300 ആണ്. 300 - 273 നമ്മൾ ചെയ്താൽ 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. 27 ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആണ് 300 കെൽവിൻ കെ എന്ന് പറയുന്നത്. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പം അതിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 573 നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്ക് ഇതേപോലെ കണ്ടുപിടിച്ചുകൂടെടാ. നോക്ക്, ദാ K = 273 പ്ലസ് ഡിഗ്രി സെൽഷ്യസ്. അതിൽ നമ്മളോട് ചോദിച്ചത് കെൽവിൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക്. അപ്പം ഡിഗ്രി സെൽഷ്യസ് കാണണമെന്നുണ്ടെങ്കിൽ K - 273 നമ്മൾ ചെയ്യുന്നു. അപ്പം നോക്കടാ, 573 - 273 എന്ന് വരും. ദാറ്റ് മീൻസ് 300 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. യെസ്, ഓക്കെ, 300 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നോക്ക്, അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെറ്റാണോ, റെഡി ആണോ? അപ്പോൾ ഇത് വളരെ കുറഞ്ഞ രീതിയിലുള്ള MCQ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്, അതുപോലെ ഒരുപാട് MCQസും അതുപോലെ കേസ് സ്റ്റഡി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നിഞ്ച ബാച്ച്. നിങ്ങൾ നിഞ്ച ബാച്ചിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും MCQ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനേക്കാൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. സോ എല്ലാ മക്കളും മാക്സിമം നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച് മക്കളെ. ഇന്ന് നമ്മൾ തൽക്കാലം ഇതൊക്കെയാണ് പഠിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്, ബൈ ബൈ.